കണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ സ്വന്തം ആത്മകഥയിലേക്ക് ഞാൻ തുടരുവാണ്. അടുത്ത കഥയാണ്. അതായത് ഞാൻ കഴിച്ചു നാട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ പോയി നോക്ക്, വീടെല്ലാം ഞങ്ങളുടെ തറവാടൊക്കെ പൊളിച്ചടുക്കി പറക്കി നേരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുക. അവിടെ ചെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അവരുടെ കുടുംബം ഫാമിലി ഫുള്ള് വലിയ ഫാമിലി. അവിടെ നിന്ന് താമസിക്കുമ്പം അവർ പറയുന്നതൊക്കെ കേൾക്കണം. അപ്പം എൻ്റെ ആങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അവൻ ഡൽഹിയിലാണ്. അപ്പം എൻ്റെ നാത്തൂൻ്റെ മൂത്ത മകൻ, രണ്ടാമത് നാത്തൂൻ ഗർഭിണിയായി. അത് കഴിഞ്ഞ് മൂത്ത മകന് ചെറിയ കുട്ടിയാണ്. അവന് ഞാൻ പിന്നെ നോക്കിയടിക്കുകയൊക്കെ ചെയ്യുന്ന അവിടുത്തെ വീട്ടു ജോലിയും കംപ്ലീറ്റ് പണിയും. അവർക്കൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് ഒരുപാട് പാത്രങ്ങളും ചരുവങ്ങളും ഒക്കെ കൊണ്ട് ഇറക്കി വയ്ക്കും. രാവിലെ നേരം വെളുത്ത് എൻ്റെ നാത്തൂനാന്ന് ആ സമയത്ത് അണ്ടി ഓഫീസിൽ കൊല്ലത്ത് അറിയാലോ, കൊല്ലം അണ്ടി ഓഫീസ് കേട്ടിട്ടില്ലേ? ഈ അണ്ടി ഓഫീസിൽ അവർ ജോലിക്ക് പോകുന്നുണ്ട്. അവർ കുടുംബക്കാർ മൊത്തം അണ്ടി ഓഫീസിൽ തന്നെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരിടയിൽ എൻ്റെ ആങ്ങളെ കെട്ടി കല്യാണം കഴിച്ചതിന് ശേഷം അവരവിടെ വന്നതിന് ശേഷം വെറുതെ വീട്ടിലിരിക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ അണ്ടി ഓഫീസിലേക്ക് പോയി. അങ്ങനെ അണ്ടി ഓഫീസിൽ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെക്കണം. അപ്പം ഞാൻ ഏകദേശം വീട്ടിലെ പണികളെല്ലാം ചെയ്യും. രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കണം, അവിടുത്തെ കംപ്ലീറ്റ് പണിയാണ്. അപ്പം വീട്ടിലുള്ള ചരുവം നിറച്ച് പിന്നെ എല്ലാ പാത്രങ്ങളിലും വെള്ളം കോരി നിറയ്ക്കണം. അവർക്ക് കുളിക്കാൻ വെള്ളം വയ്ക്കണം, എല്ലാം നമ്മൾ. കാരണം നമ്മുടെ ആങ്ങളെയല്ല, നമ്മൾ പിന്നെ അവരുടെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. അവർ പറയുന്നതൊക്കെ കേൾക്കണം, അവരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ദുരിതങ്ങളാണ് എനിക്കും അനിയത്തിക്കും. അപ്പം ഇവരാണെങ്കിലും ഈ എൻ്റെ നാത്തൂൻ്റെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇപ്പം അവരുടെ മക്കളെ നോക്കുന്ന പോലെ, മകനെ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ മക്കളെ നോക്കുന്ന പോലെ നമ്മളെ നോക്കത്തില്ല. എന്നെയും എൻ്റെ അനിയത്തിയെയും ഒരുപാട് കഷ്ടപ്പെടുത്തും. ഞങ്ങൾക്ക് ഒരു ഭക്ഷണം തരികയാണെങ്കിൽ പോലും അതിന് കണക്കും കാര്യങ്ങളും, അതുപോലെ തന്നെ മീൻ വെച്ചാലും കറി വെച്ചാലും ഡെയിലി മീനൊക്കെ വാങ്ങും, എല്ലാം ഉണ്ട്. പക്ഷെ ആ കൊല്ലക്കാർക്ക് അറിയാമല്ലോ, നാട്ടിൽ എല്ലാവരും ഡെയിലി മീനില്ലാതൊന്നും അവിടെ ഒന്നും ആരും കഴിക്കത്തില്ല. അപ്പം ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ അവിടെ ഇങ്ങനെ ഇറച്ചി സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, ബാക്കിയുള്ള ദിവസം. അപ്പം ഞങ്ങൾക്ക് ഈ മീനൊക്കെ ആണെങ്കിൽ പോലും കറി വെച്ചാൽ പോലും അത് ഞങ്ങൾക്ക് ഒരു കഷ്ണം മീൻ രണ്ടായി കൊള്ളർന്നൊക്കെ എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാനതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം ഞാൻ അവരുടെയും വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പം പോലും എനിക്ക് ആഹാരത്തിന് അവർ കണക്ക് വയ്ക്കുമെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണത്തിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഈ ഇതുപോലെ കാണിക്കുന്നത് ആ ബോംബെയിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്തത്. അതേ സെയിം സ്വഭാവമാണ് എൻ്റെ നാത്തൂനും. ഞാൻ എൻ്റെ സ്വന്തം നാത്തൂനെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അവരെന്നോട് ചെയ്ത ഒരുപാട് ക്രൂരതകളുണ്ട്. നാത്തൂനും അതുപോലെ എന്നോട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ദിവസം പിന്നെ വെള്ളം കോരി വയ്ക്കും. എന്ത് ചെയ്യും, ഇവരുടെ ചേച്ചി മൂത്ത ചേട്ടത്തി വന്നിട്ട് ആ വെള്ളം മൊത്തം എടുത്തുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ ചരിച്ചൊഴിച്ച് മാറ്റും, ചരിച്ച് കളഞ്ഞിട്ട് ഞാൻ കോരി വെച്ചെന്നുള്ള രീതിയിൽ എല്ലാമൊക്കെ കോരി വെച്ച് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ചോറും കറിയൊക്കെ നാത്തും വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ നാത്തും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാലും അവർ വരുമ്പോഴാണെങ്കിൽ അവരുടെ ഡ്രസ്സടക്കം ഞാൻ കഴുകി എല്ലാം ചെയ്യും. എല്ലാം ചെയ്തൊക്കെ വെക്കും. താഴെ കുളമുണ്ട്, നമ്മുടെ കുളം തന്നെയാണ്, നമ്മുടെ പറമ്പിലെ കുളം തന്നെ. ആ കുളത്തിൽ പോയി വെറ്റക്കൊടിയൊക്കെ ഉണ്ട്, ഒരുപാട് വെറ്റക്കൊടിയുണ്ട്. വെറ്റക്കൊടിക്കൊക്കെ വെള്ളമൊക്കെ കോരണം. അപ്പം വെറ്റക്കൊടി അവരുടെ കുടുംബത്തിൽ തറവാട്ടിൽ വെറ്റക്കൊടി അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പം അതിന് വെള്ളം കോരാൻ പോകും. എല്ലാ പണിയും ചെയ്യും. വീട്ടിലെ സർവ്വ പണിയും ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് ഞാൻ മേളിൽ പോയി കളിക്കാൻ കുറച്ചു നേരം പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയാൽ ആ സ്പോട്ടിൽ ഇവരെന്ത് ചെയ്യും, എൻ്റെ നാത്തൂൻ്റെ ചേച്ചി വന്നിട്ട് ഇപ്പുറത്തൂടെ വന്നിട്ട് ചരിച്ച് കളയും. വെള്ളം ചരിച്ച് കളഞ്ഞ് മറിച്ച് കളഞ്ഞിട്ട് ഒരു പാത്രം നിർത്തി വെച്ചിട്ട് പറയും, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാം വന്ന് തിന്ന് അവയിൽ കോരിയിട്ട് കഴിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ച് അവരവരുടെ പണിയൊക്കെ പോകും. അപ്പോൾ വീണ്ടും വെക്കണം ഞാൻ. അപ്പം ഭക്ഷണം അപ്പം അത് വരുമ്പം മീനൊക്കെ മേടിച്ചുകൊണ്ട് വരും. വൈകുന്നേരം ആകുമ്പം മീനൊക്കെ മേടിച്ചുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് വരുന്നത്. അവിടെ മാർക്കറ്റ് വൈകിട്ടാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതൊക്കെ നമ്മൾ വെട്ടിക്കഴുകി ഇതൊക്കെ കറിയൊക്കെ കല്ലിലൊക്കെ അരയ്ക്കുന്നത്. അതൊന്നും മിക്സ് ചെയ്യുന്നില്ലല്ലോ. ഇതെല്ലാം ചെയ്തെല്ലാം വെച്ചാലും വരുമ്പം ചോദിക്കുമ്പം വെള്ളം കാണത്തില്ല. വെള്ളം കാണാതാകുമ്പം നാത്തൂൻ എന്നോട് ചോദിക്കും, എന്താണ് ഇവിടെ എന്താ നീ വെള്ളം കോരിയില്ലേ? അപ്പോൾ വിളക്ക് കത്തിക്കണം, രാവിലെ വിളക്ക് കത്തിക്കണം, അവിടെ കാവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പാത്രത്തിൽ നിറച്ച് കോരി വെച്ചിട്ടുണ്ടല്ലോ, അതെന്താ കാര്യമെന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പാത്രത്തിലുമില്ല. അപ്പോൾ അതിനടി എന്നെ ശരിക്കും എന്നെ അടിച്ചിട്ടുണ്ട്, എൻ്റെ നാത്തൂൻ എന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതെല്ലാം കൊള്ളും. കാരണം എനിക്ക് അമ്മ ഇല്ലാത്തതുകൊണ്ടും പിന്നെ രണ്ടാമത് എൻ്റെ അനിയത്തി അവിടെ നിൽക്കുന്നു.
പിന്നെ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്തിലാണ് ഞാൻ അവരെ കണ്ടുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് സഖി കെട്ടപ്പം പിന്നെ 10 ദിവസം അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ പിന്നുടനെ ആങ്ങളെ വിളിക്കുമ്പോൾ ആങ്ങളെ പിന്നെ കത്തെഴുതുമ്പോഴൊക്കെ ഇവർ പറയും നമ്മളെ കുറിച്ചിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ കംപ്ലൈൻറ്റ് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ അണ്ണൻ പിന്നെ ചോദിക്കും അങ്ങനെ. അപ്പം അണ്ണൻ നാട്ടിൽ വരുമ്പോഴും പിന്നെ ഇവർ പരാതി അടിയൊക്കെ ശരിക്കും എന്നെ അടിച്ചിട്ടുണ്ട്. എൻ്റെ ആങ്ങളെ അങ്ങനെ അടിക്കില്ല, പക്ഷെ എൻ്റെ ഭയങ്കര ജീവനുള്ള ആങ്ങളെയായിരുന്നു. പക്ഷെ ഭാര്യയുടെ സ്വഭാവം, പെണ്ണുമ്പിള്ളയുടെ സ്വഭാവം കേട്ട്, പെണ്ണിൻ്റെ സ്വഭാവം കേട്ടൊരു അടിമ പോലെ. അതായത് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരൻ കേൾക്കത്തുള്ളൂ. പുള്ളിക്കാരിയുടെ വാക്കാണ് വേദവാക്യം എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരി പറഞ്ഞത് എപ്പോഴും നമ്മൾ പറഞ്ഞാലും ഏകദേശം ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, കുറ്റങ്ങളാണ്, ഞാൻ നിങ്ങളുടെ പെങ്ങന്മാരെയൊക്കെ നോക്കണോ, ഞാൻ ജീവിച്ചിട്ടില്ല, ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പം തൊട്ട് പ്രശ്നമാണ്, നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരും നോക്കും, നിങ്ങളുടെ മക്കൾ പെങ്ങന്മാരെയും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയാണ് എന്ന് വഴക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ചേച്ചി പത്തനാപുരത്ത് മൂത്ത ചേച്ചിയുണ്ട്. അപ്പം ഞാൻ മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് അന്നേരം ഞാൻ കുറച്ച് ദിവസത്തിന് പോയി, 10 ദിവസത്തിന് ഞാൻ പറയുന്നത് മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോകും. മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴോ അതും ഇങ്ങനെയാണ്. ചേട്ടൻ ഒരു വല്ലാത്ത സ്വഭാവമാണ് നമ്മുടെ ചേച്ചിയുടെ ഭർത്താവ്. നല്ല എന്നെ മകളായിട്ടാണ് കാണുന്ന, എല്ലാം നല്ല സ്നേഹമൊക്കെ കാര്യം ചെല്ലുമ്പോൾ നല്ല സ്നേഹവും കാര്യങ്ങളും എല്ലാം. അയ്യോ അനീറ്റി വന്നു, അനീറ്റി കൊച്ചു വന്നു, അനീറ്റി കുട്ടി വന്നു എന്നും പറഞ്ഞിട്ട് വലിയ കാര്യമാണ്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാരുടെ സ്വഭാവമാണ് അനീതിമാരെല്ലാം വന്നിരിക്കുക. അപ്പം ചുമ്മാ ചേച്ചിയോട് ചൊറിഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നാൽ എന്നെയൊന്നും പറയത്തില്ല. പുള്ളിക്കാരുമായിട്ട് അടി ഉണ്ടാക്കും, രാത്രിയിലൊക്കെ ഭയങ്കര അടി വഴക്കും. നിൽക്കുന്നത് ഇഷ്ടമല്ല, അപ്പം നമുക്ക് നേരിട്ട് പറയാൻ വയ്യ. അപ്പം എന്ത് ചെയ്യും, ഞാൻ അവിടുന്ന് വീണ്ടും ഇവരുടെ അടുത്തോട്ട് വരും. നമുക്ക് വേറെ ആശ്രയമില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെയും ഇത് തന്നെ ശരണം, ഇവരുടെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ പിന്നെ ആരെങ്കിലും നമ്മുടെ സ്വന്തത്തിൽ ആരെങ്കിലുമൊക്കെ വന്ന് പറയും. അങ്ങനെ ഇവർ എന്ത് ചെയ്തു, അവരുടെ പിന്നെ അടുത്ത് പരിചയത്തിലുള്ള അവിടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പം നമ്മുടെ ഉടനോട് തന്നെ ഒരു ബേക്കറി ഉണ്ട്. ബേക്കറിയിലെ അവരുടെ വീട്ടിലേക്ക് എന്നെ ജോലിക്ക് അവരിങ്ങനെ ഞാനിങ്ങനെ എന്ന് പോകുമ്പോൾ ആ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഇങ്ങനെ ചോദിച്ചു വിശേഷമൊക്കെ ചോദിക്കും, എന്താ ആരാന്നൊക്കെ ചോദിക്കും. പറഞ്ഞു ഇത് അനീതിയ. കാരണം എൻ്റെ നാത്തൂൻ്റെ ആങ്ങളെ ആ ബേക്കറിലെ മോർമയിലെ ഭയങ്കര ഇതാണ് ആള്, അവിടുത്തെ ജോലിക്കാരനാണ്. അപ്പം പിന്നെ എൻ്റെ നാത്തൂനൊക്കെ അവരുമായിട്ടൊക്കെ ഭയങ്കര കാര്യം എടുക്കുള്ളൂ. അപ്പം ചോദിക്കും മണിയുടെ നാത്തൂനാണോ, ഇളയ പെണ്ണാണോ, ഇളയ കൊച്ചാണോ എന്ന് ചോദിക്കാം. അപ്പം അല്ലാത്ത പിന്നെ നടുവിലുള്ള കൊച്ചാ എന്ന് പറയാം. എന്നാൽ ഈ കൊച്ചെന്താ എടുക്കുന്ന വീട്ടിൽ വെറുതെ നിൽക്കണോ എന്ന് ചോദിച്ചപ്പം അതെ, എന്നാൽ പിന്നെ എനിക്ക് ഇവിടെ ഒരു സഹായത്തിന് വിള ഇങ്ങോട്ട് വിട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ തലേന്ന് കെട്ടി മാറ്റണമെന്ന് വെച്ചിട്ട് നേരെ അവരുടെ വീട്ടിൽ ജോലിക്ക് പോയത്. ബേക്കറി മുമ്പിലും ബാക്കിലും വീടുമാണ്. അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ ഇതുപോലെ കുറച്ച് ദിവസം ജോലിക്ക് നിന്നു. ഞാൻ കുറച്ച് ദിവസം ജോലിക്ക് നിന്ന് ഞാനത് പറയാം. ഇതിട്ടതിന് ശേഷം ബാക്കി കഥ ഞാൻ പറയാം. അടുത്ത എൻ്റെ ആത്മകഥയായിട്ട് വരുമ്പോൾ പറയുന്നതായിരിക്കും. ശരി, എല്ലാവരും കാണണം, കണ്ട് എനിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ കഥ എല്ലാവരും കേൾക്കണം കേട്ടോ.